കുറേ കാലം മുന്നേ നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ ഈ മഴ എപ്പോൾ വരുമെന്ന് എങ്ങനെയാണ് അറിഞ്ഞിരുന്നത്? അന്ന് വെതർ ഫോർകാസ്റ്റിംഗ് ആപ്പില്ല, കലണ്ടർ ഇല്ല, ടി വിയിൽ വെതർ പ്രഡിക്ഷൻ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഈ ഒരു പ്രതിഭാസത്തിൻ്റെ പേരാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്, ഞാറ്റുവേല. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡിൽ ഈ ഞാറ്റുവേലയുടെ സീക്രട്സ് ഒന്ന് നോക്കിയാലോ? സോ വെൽക്കം ടു മൈ ചാനൽ. ഓപ്പൺ ഫ്രെയിംസിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ എന്താണ് ഞാറ്റുവേല? അപ്പോൾ വളരെ സിമ്പിളായ ആൻസറാണ്. അപ്പോൾ നമ്മുടെ മലയാളം കലണ്ടർ നമുക്ക് എത്ര നക്ഷത്രങ്ങളാണുള്ളത്? 27 നക്ഷത്രം, അതായത് അശ്വതി, ഭരണി, കാർത്തിക, അങ്ങനെ പോകുന്നു അല്ലേ. അപ്പോൾ സൂര്യൻ എല്ലാം സൂര്യനെ ബേസ്ഡാണ് എല്ലാ കലണ്ടറും ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ ഞാറ്റുവേല റിലേറ്റഡ്. ഓക്കെ, സൂര്യൻ ഒരു നക്ഷത്രത്തിൽ 2 ആഴ്ചയാണ് നിൽക്കുന്നത്, അതായത് റഫ്ലി 13 to 14 days. ഓക്കെ, ആ ടൈം പീരീഡ്, അതായത് സൂര്യൻ എത്ര കാലം, നമ്മുടെ കേസ് 2 ആഴ്ച ഒരു നക്ഷത്രത്തിൽ നിൽക്കുന്നു, ആ ഒരു പീരീഡിനാണ് നമ്മൾ ഞാറ്റുവേല എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എത്ര ഞാറ്റുവേല ഒരു കൊല്ലം ഉണ്ടാവും നമുക്ക്? 27 നക്ഷത്രം, 27 ഞാറ്റുവേല, സിമ്പിൾ. അപ്പോൾ ഇതാണ് ഞാറ്റുവേലയുടെ ഒരു ബേസിക് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മെയിൻ കാര്യം, ഈ ഞാറ്റുവേല എങ്ങനെയാണ് നമ്മുടെ പഴയ തലമുറ ഉപയോഗിച്ചിരുന്നത്? അപ്പോൾ നമുക്കൊക്കെ അറിയാം, വളരെ വർഷങ്ങൾക്ക് മുമ്പ് മൊബൈലില്ലാത്ത, ടി വി ഇല്ലാത്ത, വൈഫൈ ഇല്ലാത്തൊരു നല്ല കാലം ഉണ്ടായിരുന്നു. എല്ലാവർക്കും അല്ല, പൊതുവേ ഇപ്പോൾ നമ്മുടെ അച്ഛന്മാരൊക്കെ അമ്മമാരൊക്കെ പറയുന്ന അവരുടെയും വളരെ മുമ്പ്, അതായത് 1950s 60s അതിനും മുമ്പ് എന്ന് പറയാം. ടൈം പീരീഡ് ഞാൻ പറയുന്നില്ല. അപ്പം നമ്മുടെ പൂർവികന്മാരൊക്കെ ഭൂരിഭാഗവും കർഷകരായിരുന്നു. അന്ന് ഈ IT സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ഒന്നുമില്ലല്ലോ. അപ്പോൾ തന്നെ എല്ലാവരും കർഷകരായിരുന്നു. അപ്പോൾ അവർക്ക് ഈ ഞാറ്റുവേല നോക്കിയിട്ട് എപ്പോൾ വെയിൽ വരും, എപ്പോൾ മഴ വരും, എപ്പോൾ കാറ്റ്, അങ്ങനത്തെ ഇപ്പോൾ വല്ല കാലാവസ്ഥ വ്യതിയാനം ഒക്കെ അവർക്ക് പറയാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഒരു ടൂളായിരുന്നു ഞാറ്റുവേല ആക്ച്വലി. അതായത് അവർക്ക് ഞാറ്റുവേല പറഞ്ഞാൽ സൂര്യൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൂര്യൻ ഏത് നക്ഷത്രത്തിലാണ് നിൽക്കുന്നത്, ആ 13 തൊട്ട് 14 ദിവസം വരെയുള്ള ടൈം പീരീഡ്. അപ്പോൾ അത് നോക്കിയിട്ട് അവർക്ക് ഇതൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇത് ഒരു ജനറേഷൻസ് ആയിട്ട്, അതായത് കുറേ ജനറേഷൻസ് ആയിട്ട് ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു ടൂളാണ്. അതായത് ആൾക്കാർ ഓരോ കാലഘട്ടം കഴിയുന്തോറും അവർ പഠിക്കും. ഒരു കൊല്ലം ഈ സമയത്ത് മഴ വന്നാൽ അടുത്ത കൊല്ലം ഇതേ സമയത്ത് മഴ വന്നാൽ അവർ റിലേറ്റ് ചെയ്യും. അതായത് ഈ സ്റ്റാറിലായിരുന്നു, ആ സ്റ്റാറിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വർഷങ്ങളെടുത്ത്, ജനറേഷൻസ് എടുത്ത് ഉണ്ടാക്കിയെടുത്തൊരു ടൂളാണ്. ഓക്കെ, അപ്പോൾ ഇതിനൊരു ട്രഡീഷണൽ വിസ്ഡം എന്നോ, സയൻറ്റിഫിക് ടൂളൊന്നും ഇപ്പോഴും പലരും അംഗീകരിക്കുന്നില്ല, ട്രഡീഷണൽ വിസ്ഡം എന്നോ വെതർ വിസ്ഡം എന്നൊക്കെ പറയും. അപ്പോൾ അത് വളരെ വളരെ ഒരു പങ്ക് വഹിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ പൂർവികന്മാർ മഴ എപ്പോൾ വരും അതനുസരിച്ചാണ് അവർ കൃഷിയൊക്കെ ഇറക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെതർ ഫോർകാസ്റ്റിംഗ് ആപ്പും എല്ലാം വരുന്നതിന് മുമ്പ് നമ്മളായി വികസിപ്പിച്ചെടുത്തൊരു സാധനമാണ് ഞാറ്റുവേല എന്ന് പറയുന്നത്. ഇനി മെയിൻ കാര്യം വരുന്നത്, അതായത് ഈ ഞാറ്റുവേലയും ഈ മൺസൂണും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ്. അപ്പം കേരളത്തിൽ ഇതുവരെ കണ്ടുവന്നിരുന്നത്, അതായത് കേരളത്തിലെ സൗത്ത് വെസ്റ്റ് മൺസൂൺ എത്തുന്നത് ജൂൺ അവസാനം, ജൂലൈ ആദ്യപാദം, അങ്ങനെയൊക്കെയാണ് എത്തിയിരുന്നത്. അപ്പോൾ ആ ഒരു പീരീഡിലെ ഞാറ്റുവേലയുടെ പേരാണ് തിരുവാതിര ഞാറ്റുവേല. അപ്പോൾ ഈ തിരുവാതിര ഞാറ്റുവേലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് കണ്ടിന്യൂസ് ആയി മഴ പെയ്യുമായിരുന്നു. അതായത് ഒരു പഴഞ്ചൊല്ലുണ്ട്, അതായത് തിരുവാതിര ഞാറ്റുവേലയിൽ തിരിമുറിയാതെ പെയ്യണം എന്ന് പറഞ്ഞിട്ട്. അതായത് നിരന്തരം മഴ പെയ്യുമായിരുന്നു, ചെറുതും വലിയ തോതിലുമായിട്ട്. അപ്പോൾ അന്ന് കാലത്ത് അവർ വിശ്വസിച്ചിരുന്നത് എന്ത് നട്ടാലും കിളിർക്കുന്നതാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ഫാമിംഗ് ഗൈഡായിരുന്നു ഈ ഞാറ്റുവേല എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അടുത്ത ചോദ്യം, വേറെ ഞാറ്റുവേലകൾ ഉണ്ട്. അതിൽ തന്നെ വെയിലെപ്പോൾ വരും, എപ്പോഴാണ് ചെറിയ മഴ, ചെറിയ വെയിൽ, അങ്ങനത്തെ ഒരു കലർന്ന ഒരു കാലാവസ്ഥ, ഇത് എല്ലാത്തിനും തന്നെ സെപ്പറേറ്റ് ഞാറ്റുവേലകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കംപ്ലീറ്റ് ഫാമിംഗ് ഗൈഡായിരുന്നു. പിന്നെ വേറൊരു ചോദ്യം നമുക്കിപ്പോൾ ഉണ്ടാവാൻ കാരണം, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ജൂലൈ ഫസ്റ്റ് വീക്കൊക്കെ മഴ വരുന്നു. പക്ഷേ നമ്മളിപ്പോൾ കണ്ടുവരുന്നത് അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ മഴ കുറവായിരുന്നു. ഇപ്പോൾ 2 ദിവസം മുമ്പാണ് അലേർട്ട് വന്നിരിക്കുന്നത്, ഓഗസ്റ്റ് ആവാറായി. അപ്പോൾ ഈ ഒരു ചേഞ്ചിൻ്റെ പേരാണ് സിമ്പിൾ ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് മാറിയപ്പോൾ തന്നെ പണ്ടത്തെ കാൽക്കുലേഷനൊന്നും ഇപ്പോൾ അത്ര അക്യുറേറ്റ് ആയിട്ട്
വരുന്നുണ്ട്. എന്നാലും പണ്ടൊക്കെ 99% അക്യുറസി ആയിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കാലാവസ്ഥ വ്യതിയാനം കാരണം പലതും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു. ചൂട് കൂടുന്നു, മഴ കുറയുന്നു. അപ്പോൾ നമ്മൾ ഞാറ്റുവേലയുടെ ടോപ്പിക് എടുത്തിട്ടാലും ഏറ്റവും അവസാനം ചെന്ന് എത്തുന്നത് കാലാവസ്ഥ വ്യതിയാനം തന്നെയായിരിക്കും. അപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ തന്നെ ഒരു വെതർ ആപ്പ് പോലെയാണ് അവർ ഈ ഞാറ്റുവേലയെ കണ്ടിരുന്നത്. എക്സാമ്പിൾ, അവർക്കിപ്പോൾ മഴ വരുന്ന ഞാറ്റുവേലയാണെങ്കിൽ അവർ നേരത്തെ വിത്ത് വിതയ്ക്കും. ഇപ്പോൾ വെയിൽ കൂടുതലുള്ള ഞാറ്റുവേലയാണെങ്കിൽ അവർ നേരത്തെ തന്നെ ഇറിഗേഷൻ വെള്ളം എത്തിക്കാൻ ശ്രമം നടത്തും. അപ്പോൾ ഇതൊരു ആക്ച്വലി ഒരു അക്യുമുലേറ്റഡ് ഡാറ്റയാണ്. സയൻറ്റിഫിക് ടൂൾ എന്ന് പറഞ്ഞാൽ പലരും അംഗീകരിക്കുന്നില്ല. സയൻസ് ഏതാണെന്ന് ചോദിക്കുന്നത്. അതിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ പോകുന്നു. അപ്പോൾ ഒരു അക്യുമുലേറ്റഡ് വിസ്ഡം അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് ഒബ്സർവേഷൻ, അത് ജനറേഷൻസ് കളക്ട് ചെയ്ത ഒരു ഡാറ്റ അനാലിസിസ് ആണ് ഞാറ്റുവേല എന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ലാംഗ്വേജിൽ പറയാം. അപ്പോൾ ഇപ്പം നമുക്ക് വെതർ ആപ്പ് ഉണ്ട്, സാറ്റലൈറ്റ് ഉണ്ട്, പലവിധ സംവിധാനങ്ങളും ഉണ്ട്. എന്താണ്, വെതർ ഫോർകാസ്റ്റ് ചെയ്യാനും പ്രഡിക്ഷൻസും ഒക്കെ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊക്കെ ആലോചിക്കുന്നുണ്ടാവും ഇപ്പോൾ ഞാറ്റുവേലയുടെ സിഗ്നിഫിക്കൻസ് എന്താണ്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു കൾച്ചറൽ ഐഡൻറ്റിറ്റിയാണ്. എല്ലാ മലയാളികളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അതായത് നമ്മുടെ പൂർവികന്മാർ പിന്തുടർന്ന ഒരു സമ്പ്രദായമാണത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ പല സയൻറ്റിസ്റ്റും പറയുന്നത് ഈ ഞാറ്റുവേല ഒബ്സർവേഷൻ, അതായത് ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചേഞ്ചും പണ്ട് എങ്ങനെയാണോ ക്ലൈമറ്റ് ഉണ്ടായിരുന്നത് അത് കമ്പയർ ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയ ഒരു ടൂളാണെന്നാണ് സയൻറ്റിസ്റ്റുകൾ ഇപ്പോൾ പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, ഒരു ഫാസിനേഷൻ. അതായത് നമ്മുടെ അപ്പൂപ്പന്മാർ യാതൊരുവിധ സാങ്കേതിക വിദ്യകളൊന്നും ഇല്ലാതെ അവരുടെ ഒബ്സർവേഷൻ വെച്ച് മാത്രം ഉണ്ടാക്കിയ ഒരു ടൂളാണ്. അതായത് അവർക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, വെറും ഒബ്സർവേഷൻ മാത്രം. അതായത് വർഷങ്ങൾ കൊണ്ട് ഒരു ജനറേഷൻ, അതായത് നിരവധി ജനറേഷൻസ് ഉണ്ടാക്കിയെടുത്ത ഒരു ഒബ്സർവേഷൻ ടൂളാണ്. ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇപ്പോഴും സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഒരു മലയാളി എന്ന രീതിയിൽ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് ഞാറ്റുവേല. നമ്മളപ്പോൾ ഞാറ്റുവേലയെ പറ്റി കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഞാറ്റുവേല എന്ന പേര് വന്നതിന് പിന്നിൽ 2 വാക്യങ്ങളാണ്. ഒന്ന് സൂര്യൻ, ഞായർ, പിന്നെ വേള, സമയം. സൂര്യൻ്റെ വേറെ പേരാണ് ഞായർ. ഇത് രണ്ടും കൂടി ലോപിച്ചാണ് ഞാറ്റുവേല എന്ന പേര് വന്നത്. ഞാറ്റുവേലയ്ക്ക് പിന്നിൽ രസകരമായ വേറൊരു കഥയുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ പോർച്ചുഗീസുകാർ കോഴിക്കോട് എത്തിയപ്പോൾ വാസ്കോ ഡ ഗാമ സാമൂതിരിയോട് ചോദിച്ചത് കുരുമുളകിൻ്റെ തൈയാണ്. സാമൂതിരി അത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ പരിഭ്രാന്തരായ മങ്ങാട്ടച്ഛന്മാർ സാമൂതിരിയോട് പറയുന്നു, അതായത് കുരുമുളക് കൊടുക്കരുത്, അവർ വീണ്ടും ഇതിനു വേണ്ടി വരും, അത് യുദ്ധത്തിലേക്ക് കലാശിക്കും അവസാനം എന്ന് പറഞ്ഞു. സാമൂതിരി ചിരിച്ചുകൊണ്ട് പറയുന്ന ഒരു വാക്യമുണ്ട്. അതായത് സാമൂതിരി ഇങ്ങനെയാണ് പറയുന്നത്, അവർക്ക് നമ്മുടെ കുരുമുളകല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, നമ്മുടെ ഞാറ്റുവേല കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇത് ചൂണ്ടിക്കാണിക്കുന്ന അന്ന് തന്നെ ഈ പ്രദേശത്ത് ഞാറ്റുവേല വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. അത് ഈ പ്രദേശത്ത് മാത്രം തങ്ങി നിന്നിരുന്ന ഒരു അറിവുമായിരുന്നു. ഇനി ഒരു മലയാള മാസത്തിൽ ഏകദേശം 2.25 ഞാറ്റുവേലയാണ് വരുന്നത്. പലവിധം ഞാറ്റുവേലകളുണ്ട്. ചതയം ഞാറ്റുവേല, തിരുവാതിര ഞാറ്റുവേല. തിരുവാതിര ഞാറ്റുവേല ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ മഴ കൂടി നിൽക്കുന്ന സമയമാണ്. ചതയം ഞാറ്റുവേല മഴ കുറയുന്നു. ഇതിന് കറസ്പോണ്ടിങ് ഇംഗ്ലീഷ് ഡേറ്റ്സും ഉണ്ട്, അത് നമുക്ക് പിന്നെ പറയാം. ചതയത്ത് മഴ കുറഞ്ഞു വരുന്നു. ഈ സമയത്ത് തന്നെയാണ് കർഷക വിളവെടുപ്പിന് തയ്യാറാവുന്നതും. അപ്പോൾ ഓരോ ഞാറ്റുവേലയ്ക്കും ഓരോ സവിശേഷത ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽസ് നമുക്ക് വേറൊരു എപ്പിസോഡിൽ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാറ്റുവേലയുടെ പിന്നിലുള്ള രസകരമായ വിശേഷങ്ങൾ. എന്നാൽ ഈ കാലത്തും സാങ്കേതികവിദ്യ വളർന്നു. അപ്പോൾ ആളുകൾ പഴമയിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിൽ പലരും പുതിയതായിട്ടാണ് ഈ വാക്ക് തന്നെ കേൾക്കുന്നുണ്ടാവും. ഒരുപക്ഷെ വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും നിരവധി മലയാളം സോങ്ങുകളിൽ, അതായത് സംഗീതത്തിൽ കേട്ടിട്ടുണ്ടാവും. ഫേമസ് പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലും ഇന്ന് ഇത് ഉപയോഗിച്ചിരുന്നോ, നിങ്ങളിതിന് മുന്നേ കേട്ടിട്ടുണ്ടോ? കമൻറ്റ് ബോക്സിൽ പറയൂ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറൊരു കിടിലൻ ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.